ഇന്ന് വ്യാപകമായി സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്ന റീൽസുകളാണ്. സൂര്യനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, അതോടൊപ്പം സൗരയൂഥവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ പറയുന്ന റീലുകൾ. നല്ല കാര്യം. പക്ഷേ ഒരു കാലത്ത് 80-90 കാലഘട്ടങ്ങളിൽ ഖുർആനിനെ വിമർശിക്കുവാൻ വേണ്ടി നിരീശ്വരവാദികൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് ഇന്ന് അവർ തിരുത്തി പറയുന്നത്. നോക്കണം, എല്ലാവരും നിരീശ്വരവാദികൾ എന്നല്ല പറയുന്നത്. അതായത് ഖുർആൻ പറയുന്നു സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു, ശാസ്ത്രം പറയുന്നു സൂര്യൻ നിൽക്കുകയാണ്, മറ്റെല്ലാം സൂര്യനെ കറങ്ങുകയാണ്. അതുകൊണ്ടുതാ ഖുർആൻ ശാസ്ത്രീയം. 7-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ, നിരക്ഷരനായ ഒരു പ്രവാചകന് ഡാർക്ക് ഏജ് എന്ന് പറയുന്ന 7-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ വചനങ്ങൾ നിങ്ങൾ നോക്കണം. വശംസു തജിരി, സൂര്യൻ സഞ്ചരിക്കുന്നു, സൂര്യൻ സഞ്ചരിക്കുന്നു, ലി മുസ്തഖറിൻ ലഹ, അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക്, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണത്. ഇത് മുഹമ്മദ് നബിക്ക് എങ്ങനെ കിട്ടുമായിരുന്നു? കൃത്യം